ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ എന്ത് ആക്ഷനാണ് ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വളരെയധികം സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരുപാട് ബേർഡൻ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കൊണ്ട് നടന്നൊരു പേഴ്സൺ ആയിരിക്കാം. അനാവശ്യമായ പല കാര്യങ്ങളെടുത്ത് തലയിൽ വെക്കേണ്ടി വന്നിട്ടുണ്ടാവാം, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും താഴെ ഇറക്കി വെച്ച് വളരെ സ്വതന്ത്രമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം സ്വതന്ത്രമായിട്ട് നിൽക്കുന്നൊരവസ്ഥ, അതായത് വലിയ കെട്ടുപാടുകളോ ബന്ധനങ്ങളോ ഒന്നും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ബാധിക്കാത്ത ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി അതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. വളരെയധികം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ഈ ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിന് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യലി ഒക്കെ ആരോടെങ്കിലും ഒരു സഹായം ചോദിച്ചു നിൽക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ അവരുടെ തൊഴിലിലാണെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോവാതെ അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരുടെ ഒരു ഹെൽപ്പ്, സഹായത്തോടു കൂടിയൊക്കെ മുന്നോട്ട് പോരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയ്ക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇവരുടെ ഒരു കരിയറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ സാമ്പത്തികമായിട്ടോ ഒക്കെ ആ ഒരു പേഴ്സൺ കുറച്ചും കൂടി അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ഉയർന്നതായിട്ട് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി ആയിരിക്കാം ഈ ഒരു വ്യക്തിക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി തന്നെ നമുക്കിവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളത്. നമ്മളുടെ ഇപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ തൊഴിലിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റാരെയും ആശ്രയിക്കാൻ അല്ലെങ്കിൽ മറ്റാരുടെ ഒരു സഹായമില്ലാതെ നമ്മളുടെ സ്വന്തം കാലിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു ടഫ് സിറ്റുവേഷനിലൂടെ പോകുന്ന ഒരു സമയത്തോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലോ, അല്ലെങ്കിൽ ഫിനാൻഷ്യലിയോ കരിയർ വൈസോ ഒക്കെ വളരെ സ്ട്രഗിൾ ചെയ്തിരുന്ന ഒരു അവസരത്തിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ക്ലാഷസോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുന്നത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ പോലും പലരെയും നോക്കേണ്ടത്, അല്ലെങ്കിൽ പലരെയും കൺസിഡർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൊക്കെ ആയിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഇവരുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു നഷ്ടപ്രതാപം തിരിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ചേഞ്ച് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് ആയിക്കോട്ടെ, എല്ലാം വളരെ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വളരെ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് മുന്നിലേക്ക് വരുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. യാതൊരു കൺഫ്യൂഷൻസോ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയോ ഒന്നും ഈ ഒരു വ്യക്തിക്കില്ല. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് നമുക്ക് ഈ ഒരു പേഴ്സണെ കാണാൻ കഴിയുന്നത്. അതായത് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം ഈ ഒരു വ്യക്തിയുടെ മനസ്സിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചധികം വ്യക്തികൾക്കെങ്കിലും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എബ്രോഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു കരിയർ വിദേശത്തേക്ക് കൊണ്ടുപോകുക, അല്ലാന്നുണ്ടെങ്കിൽ എബ്രോഡ് വർക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന വ്യക്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൻ്റെ ഓക്കെ ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്കിവിടെ ഒരു ഒറാക്കിൾ എനർജീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം, അതിനകത്തുള്ള ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ്, ചോയ്സസ് ആൻഡ് ഡിസിഷൻസ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ഒരു ചോയ്സ്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ പല ചോയ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ന ചോയ്സ് സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഏതെങ്കിലും ഒരു റോങ് ചോയ്സിലേക്ക് പോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ ഇപ്പോഴും അവർക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടാൻ, അല്ലെങ്കിൽ ചോയ്സസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവർ മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ മതി എന്നുള്ള ഒരു എനർജി നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഇവിടെ കാണാം.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസ് ഓഫ് വാൺസ് അതുപോലെ തന്നെ ഈസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒക്കെ എനർജീസാണ് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്റ്റക്കായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ പോവാതിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും ചിലർക്കാണെന്നുണ്ടെങ്കിൽ. ചിലരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ലെസ് കോണ്ടാക്റ്റിൽ വല്ലപ്പോഴും ഒക്കെ ഒന്നും മിണ്ടുന്ന ഒരു അവസ്ഥയിലൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഒരു ഫ്രഷ് ബിഗിനിങ് തന്നെയാണ്. എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സംഭവിച്ചത്, അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണോ അതിനകത്ത് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ, അതൊന്നും വീണ്ടും ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. തീർത്തും പുതിയതായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണോ ഒരു ബന്ധം വീണ്ടും നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഇത് മുന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ആഗ്രഹമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഒരുപാട് നാളുകളായിട്ട് സൈലൻ്റായിട്ട് രണ്ടുപേരും അപ്പുറത്തോ ഇപ്പുറത്തോ ഉണ്ടെന്നറിയാം, പക്ഷേ സംസാരവും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു ബന്ധമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ അവരുടെ ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷനിൽ നിങ്ങളെ മാറ്റി നിർത്തി പോയതായിരിക്കും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തികച്ചും അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ തരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. നമ്മളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഒരു പുതിയ ബന്ധം എങ്ങനെയാണോ, അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈഫിലേക്ക് ഒരാൾ നമ്മളെ വീണ്ടും വന്ന് ഇൻവൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു തരത്തിൽ നിങ്ങളിലേക്ക് വരണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുമാത്രമല്ല വളരെയധികം ഒരു എൻജോയ്മെൻറ്റ്, അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള ഒരു സന്തോഷം നിങ്ങളിൽ നിന്ന് കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഈ ഒരു ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. ഒരുപാട് ബേർഡൻസോ കാര്യങ്ങളോ ഒന്നും എടുത്ത് തലയിൽ വെക്കാനല്ല, വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെ ഒരു പ്രസൻസും അവർക്ക് ആവശ്യമുണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് ഇവരുടെ ഒരു എനർജി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് അത്രയധികം പാഷനേറ്റ് ആയിട്ട് ഒരു ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ തോന്നിയിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു വ്യക്തിയുടേത്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിൽ തന്നെയാണ്. നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ചിലപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം, ആ ഒരു സന്തോഷം നിങ്ങളോടൊപ്പം തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിലാണ് ഈ ഒരു വ്യക്തി നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസി കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതെല്ലാം നിങ്ങളോടൊപ്പം ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. അതായത് നേരത്തെ നിങ്ങളുടെ ബന്ധത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺട്രോളിങ് ഇഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഒരു പേഴ്സൻ്റെ കാര്യങ്ങളിൽ ഇൻ്റർഫിയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഒരു സ്വന്തമായിട്ട് ഫ്രീഡം ഇല്ലാത്തൊരവസ്ഥ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പൊസസീവ്നെസ് കൊണ്ട് കുറച്ചും കൂടി ഒരു പേഴ്സണെ ഗ്രാബ് ചെയ്ത് വെക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് അവരിപ്പോൾ എങ്ങനെയാണോ, ഏതൊരു അവസ്ഥയിലാണോ നിൽക്കുന്നത്, വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങളും കൂടെ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ഇപ്പോൾ പൊസസീവായിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടുള്ള ഒരു ഇൻ്റർഫിയറൻസും കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം 8 ഓഫ് സോർട്സ് റിവേഴ്സ് എനർജിയാണ്, അതുപോലെ തന്നെ ടെമ്പറൻസിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. സോ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല ഇവർ തീർത്തും ആഗ്രഹിക്കുന്നത്. രണ്ടുപേരുടെയും ഒരു ഇൻഡിപെൻഡൻസി അല്ലാന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പോകാനാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഇവർ നിങ്ങളിലേക്ക് ഓഫറുമായിട്ട്, അല്ലെങ്കിൽ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഒരു ഡിമാൻഡ് അവർ നിങ്ങളോട് പറയാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ കാണുന്ന ഒരു സംഭവമാണ് പാർട്ട്ണറിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു എനർജി. അതായത് ചിലപ്പോൾ അവരോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പൊസസീവ്നെസ് കൊണ്ട് എൻ്റെ അടുത്ത് മാത്രം കൂടുതൽ സ്നേഹം കാണിച്ചാൽ മതി, വേറെ ആർക്കും അത് ഷെയർ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു എനർജി കൊണ്ടൊക്കെ പലരും പാർട്ട്ണറെ നിയന്ത്രിച്ച് നിർത്തുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. പക്ഷെ തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തി അത്രയധികം അവിടെ ശ്വാസം മുട്ടിയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്വാതന്ത്ര്യം നഷ്ടമായതുപോലെയുള്ള ഒരു ഫീലിംഗ്, സ്നേഹം ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പലർക്കും തോന്നാറുണ്ട്. അതായത് നമ്മളുടെ പാർട്ട്ണർ ഇന്ന വ്യക്തികളോട് മിണ്ടാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ആൾക്കാരോട് കൂട്ടുകൂടാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് ലിസ്റ്റിനകത്ത് ആരൊക്കെ വേണം എന്ന് വരെ പാർട്ട്ണർ തീരുമാനിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയാറുണ്ട്. എന്തിന് നമ്മൾ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയാസിൽ ആരുടെ പോസ്റ്റിന് ലൈക്ക് ചെയ്യണം, ആരുടെ പോസ്റ്റിന് കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ഫ്രണ്ട്സിൻ്റെ പോസ്റ്റിനകത്ത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും അത് ഇഷ്ടപ്പെടാതെ വഴക്കുണ്ടാക്കുന്ന തരത്തിലുള്ള ആൾക്കാർ നമ്മൾ പേഴ്സണൽ റീഡിങ്ങിനകത്ത് വരെ അങ്ങനെയുള്ളവരുടെ റീഡിങ്സ് നമുക്ക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഒരു നിയന്ത്രണത്തിലൊക്കെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയന്ത്രണങ്ങൾ കൂടുന്തോറും തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പിന് അകലം കൂടിക്കൊണ്ട് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല, കാരണം നമ്മൾ ഇതിൻ്റെ ഒരു പാസ്റ്റ് എനർജി നോക്കാനായിട്ട് പോയിട്ടില്ല.
ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ നിയന്ത്രണം അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു പൊസസീവായിട്ടുള്ള കാര്യങ്ങൾ, കൺട്രോളിങ് ഇഷ്യൂസൊക്കെ നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഒരു അടിത്തറ ഇളക്കിയിട്ടുണ്ടാവാം. ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇതും അതിൻ്റെ അകത്ത് ഒരു കാരണമായിട്ട് ചിലപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അത് ആഗ്രഹിക്കുന്നില്ല. രണ്ടുപേർക്കും അവരവരുടെ സ്വാതന്ത്ര്യത്തോടുകൂടി വളരെ നന്നായിട്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളായിട്ടും അവരവരായിട്ടും നിന്നുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടേത് ഏത് ടൈപ്പിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ചില ബന്ധങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ബന്ധങ്ങളും ഉണ്ട്. അല്ലാത്ത ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഉണ്ടാവാം. അപ്പോൾ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും രണ്ടുപേർക്കും പരസ്പരം സ്പേസ് കൊടുത്ത് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് രണ്ടുപേരുടെയും കാര്യങ്ങളിൽ ഇടപെടാതെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇൻറ്റൻഷനാണ് ഈ ഒരു പേഴ്സൺ നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ഒറാക്കിൾ എനർജിയിൽ കാണുന്ന ഹാർമണി എന്നുള്ള ഒരു കാർഡ് പോലെ തന്നെയാണ്. നിങ്ങൾ തമ്മിൽ യോജിച്ച് പരസ്പര സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണാം. അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു തീരുമാനം, അവരെടുത്ത ഉറച്ച ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മതി അവരുടെ ലൈഫിൽ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ പോയി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൺട്രോളിങ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ സ്പോയിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിൻ്റെ പേരിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടുതൽ വഴക്കും അടിയും ബഹളമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് രണ്ടുപേർക്കും അവരവരുടെ സ്പേസിൽ നിന്നുകൊണ്ട് ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കുക, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് വിട്ടുവീഴ്ചകളും ആവശ്യമാണ് എന്നുള്ള ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇത്രയും വേഗം അവരുടെ ഒരു മൈൻഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൂ ഫീലിങ്സ് എന്താണെന്നുള്ളത് നിങ്ങളെ അറിയിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇവരുടെ ഒരു ഉറച്ചൊരു തീരുമാനം തന്നെയാണ്, അല്ലെങ്കിൽ അവരെടുത്തിരിക്കുന്ന ഒരു സ്ട്രോങ് ഡിസിഷനാണ്. അതിനകത്ത് അവർക്ക് യാതൊരു ക്ലാരിറ്റി കുറവുമില്ല, അല്ലെങ്കിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം പീരീഡാണ്. അവർക്ക് അവരിൽ തന്നെ ഒരു ഉറച്ച വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്നുള്ള ദൃഢനിശ്ചയമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടുത്തെ ഒരു ലാസ്റ്റ് എനർജി എന്ന് പറയുന്നതിന് ഡ്രൈവ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഒന്നെന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ഒരു കുതിപ്പാണ്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം സക്സസ് ആക്കണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് തന്നെ പറയാം. മറ്റൊരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു പേഴ്സൻ്റെ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഇവർ പറഞ്ഞതുപോലെയുള്ള ആ ഒരു രണ്ടുപേരുടെയും ഒരു സ്പേസിൽ നിന്നുകൊണ്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ള കാര്യം നിങ്ങളിപ്പോൾ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ പുറകെ വരാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് കാല് പിടിച്ച് നിൽക്കാനോ ഒന്നും ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് കാണുന്നത്. അവരവർ മുന്നിലേക്ക് തന്നെ പോകാനായിട്ട് കുറച്ചൊരു ഡിസിഷൻ എടുത്തൊരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൻ്റെ ഒരു റിയൽ ക്യാരക്ടറും അങ്ങനെ തന്നെയുള്ള ഒരു വ്യക്തിയായിരിക്കാം. കാരണം ലൈഫ് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ളതാണ്, അല്ലെങ്കിൽ അതിനകത്ത് എൻജോയ്മെൻറ്റ് വേണം, മാക്സിമം സന്തോഷത്തോടു കൂടി ജീവിച്ച് തീർക്കണം എന്ന് ചിന്തിക്കുന്ന ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഒരുപാട് ടെൻഷൻ അടിച്ച് പ്രസൻറ്റ് കുളമാക്കി കളയുന്ന പേഴ്സൺസ് ഉണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടറെ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ആ ഒരു ദൃഢനിശ്ചയം കാണാം, അവർക്ക് മുന്നോട്ട് പോയേ പറ്റൂ. അപ്പോൾ ആ ഒരു മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കൂടെ വേണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അതിന് വില്ലിംഗ് ആയിട്ട് അവരുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ അവർ സ്വീകരിക്കും. നിങ്ങൾക്കിപ്പോൾ കഴിയില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷനിലൊന്നും പോകാൻ സാധിക്കില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിലും അവർ മുന്നിലേക്ക് തന്നെ പോകുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 14, 6 ഇങ്ങനെയുള്ള നമ്പേഴ്സിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണുന്ന ഒരു സ്ട്രോങ് സോഡിയക് സൈൻസ് എന്ന് പറയുന്നത് ഏരീസ്, ലിയോ, സെജിറ്റേറിയസ്, ജെമിനായി ആൻഡ് വിർഗോയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിനകത്ത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു പേഴ്സൻ്റെ ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ ആയിക്കോട്ടെ, വളരെ സ്ട്രോങ് ആൻഡ് ഡിറ്റർമിൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയിലാണ്. ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഡ്രീംസ് എല്ലാം അച്ചീവ് ചെയ്ത ഒരു ടൈം പീരീഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസിങ് പാത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി ആൻഡ് സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് എത്രയും വേഗം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും വളരെ ഉറച്ച മനസ്സോടുകൂടി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണുമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.